വ്യവസായ വകുപ്പിനെ പുകഴ്ത്തിയ ഡോക്ടർ ശശി തരൂരിന്റെ ലേഖനം സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്നും കരകയറാൻ കോൺഗ്രസ്. വ്യവസായ വളർച്ചയെക്കുറിച്ചുള്ള സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾക്കൊപ്പം തരൂരിനെയും തള്ളുകയാണ് നേതാക്കൾ. കോൺഗ്രസ് മുഖപത്രം വീക്ഷണം തരൂരിന്റെ പേര് പറയാതെ കടുത്ത വിമർശനമുയർത്തി. ശശി തരൂരിന്റെ ലേഖനം രാഷ്ട്രീയ നേട്ടമാക്കാനുള്ള ശ്രമം CPM തുടരുകയാണ്. തരൂരിന്റെ ലേഖനത്തിലൂടെ കോൺഗ്രസ് പിടിച്ചത് പുലിവാൽ. നിലപാടുകളിൽ തരൂർ ഉറച്ചു നിന്നതോടെ ഊരാക്കുടുക്കായി മാറി കോൺഗ്രസിനത്. ഇതോടെ തലയൂരാൻ സർക്കാരിനെയും CPMനെയും കടന്നാക്രമിക്കുക എന്ന പോംവഴിയാണ് പാർട്ടി പയറ്റുന്നത്. ഒരേ സമയം സർക്കാർ വാദങ്ങളെയും തരൂരിനെയും ഇതിലൂടെ പ്രതിരോധിക്കുകയാണ് നേതാക്കൾ. കോവിഡ് കാലത്തുണ്ടായ യഥാർത്ഥ മരണങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുകയാണ്. അതിന് സമാനമാണ് ഈ വ്യാവസായിക വളർച്ച സംബന്ധിച്ച പുതിയ അവകാശവാദങ്ങൾ. 2021 തന്നെ ഈസ് ഓഫ് ഡൂയിങ് സൂചിക വേൾഡ് ബാങ്ക് നിർത്തലാക്കി. തരൂർ തിരുത്തണമെന്നായിരുന്നു K. മുരളീധരന്റെ ആവശ്യം. അദ്ദേഹത്തിന്റെ ലേഖനം കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് അടിക്കാനുള്ള ഒരു ആയുധമായി. പാർട്ടിയുടെ നിലപാടിന് അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തരൂരിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും കടുത്ത പരിഹാസമാണ് കോൺഗ്രസ് മുഖപത്രം വീക്ഷണമുയർത്തിയത്. കർക്കിടക സന്ധ്യയിൽ രാമസ്തുതി ചൊല്ലേണ്ടിടത്ത് രാവണസ്തുതി ചൊല്ലരുതെന്ന വിമർശനത്തിൽ എല്ലാമുണ്ട്. മറുഭാഗത്ത് CPM ആകട്ടെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് തരൂരിന്റെ ലേഖനം ആഘോഷമാക്കുന്നത് തുടരുന്നു. തരൂരിനെതിരെ സംസാരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടി നൽകാനും CPM നേതാക്കൾ സമയം കണ്ടെത്തുന്നു. ശരിയായ ദിശാബോധത്തോടു കൂടിയുള്ള വിശദീകരണമാണ് ശശി തരൂർ നടത്തിയിട്ടുള്ളത്. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരെയെല്ലാം കേരളത്തിലെ കോൺഗ്രസ് എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണ്. അദ്ദേഹം കണക്കുകൾ പരിശോധിച്ച് വസ്തുതകൾ പരിശോധിച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു ലേഖനം വരികയുണ്ടായി. ഇത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെയും ചില കോൺഗ്രസ് നേതാക്കളെയും വല്ലാതെ അലോസരപ്പെടുത്തി. അപ്പോഴും തരൂരിന്റെ മോദിസ്തുതിയിൽ മൗനം പാലിക്കുകയാണ് CPM. മീഡിയ 1 തിരുവനന്തപുരം.